നമസ്കാരം. ഒരു ഭീകരവാദി അയാളുടെ ഒരു വലിയ ഭീകരവാദ പ്രവർത്തനം നടത്തിയതിന് ശേഷം നമ്മുടെ ഭാരതത്തിലെ കാര്യമാണ് പറയുന്നത്. 19 വർഷങ്ങൾ ഒളിവിൽ കഴിയുക, അതും വിദേശ രാജ്യങ്ങളിലേക്ക് കടന്ന് അവിടെയൊന്നുമല്ല, ഭാരതത്തിനുള്ളിൽ തന്നെ ഒളിവിൽ കഴിയുക. ഒടുവിൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ കർശനമായ നിരീക്ഷണവും അന്വേഷണത്തിൻ്റെയും ഒടുവിൽ 19 വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിലാവുക, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുക. ഇത്തരത്തിലൊരാളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ആദർശ് ദാമോദരൻ എന്നൊരു ഹാൻഡിലിൽ നിന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ആ പോസ്റ്റ് റഫീഖ് ഹുസൈൻ ബട്ടുക്ക് എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ റഫീഖ് ഹുസൈൻ ബട്ടുക്ക് ആരാണ് എന്ന് ചോദിച്ചാൽ, ഗുജറാത്തിൽ ഒരു വ്യവസായിയാണ്. വ്യവസായി അല്ല, ഒരു ചെറുകിട ബിസിനസ്സുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം. ചെറുകിട ബിസിനസ്സുകാരനെന്ന് ഞാൻ ഗുജറാത്തിൻ്റെ ഒരു താരതമ്യത്തിലാണ് പറഞ്ഞത്. 2 പെട്രോൾ പമ്പുകളുടെ ഉടമ. ഈ 2 പെട്രോൾ പമ്പുകളുടെ ഉടമയും കുടുംബവും കുട്ടികളും ഒക്കെ സന്തോഷമായി ജീവിക്കുന്ന റഫീഖ് ഹുസൈൻ ബട്ടുക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, മതത്തിൻ്റെ പ്രശ്നം. ഈ മതഭ്രാന്ത് എന്നുള്ളൊരു പ്രശ്നം. ആ മതഭ്രാന്ത് താരതമ്യേന വളരെ കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായി കാലാന്തരത്തിൽ ഭീകരവാദിയായി ഇയാൾ മാറി. ഭീകരവാദികളെ സഹായിക്കുക, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടുക തുടങ്ങിയ കലാപരിപാടികളിലേക്ക് സ്വാഭാവികമായും ഇയാൾ നീങ്ങി. സ്വാഭാവിക പരിണാമമാണ് ഈ മതഭ്രാന്തിൻ്റെ, അതും പ്രത്യേകം ഒരു വിഭാഗത്തിൻ്റെ മതഭ്രാന്ത്. ആത്യന്തികമായി ഇയാളുടെ ഭീകരവാദ പ്രവർത്തനങ്ങളോടുള്ള താല്പര്യം ഇയാളെ കൊണ്ട് ചെന്ന് എത്തിച്ചത് ഗോദ്രയിൽ 59 പേരുടെ മരണത്തിനിടയാക്കിയ സബർമതി എക്സ്പ്രസ്സിന് നേരെയുണ്ടായ ഭീകരവാദ ആക്രമണത്തിലേക്കാണ്. ഇയാളുടെ പെട്രോൾ പമ്പിൽ നിന്നുള്ള പെട്രോളാണ് ആ ഗോദ്ര തീവണ്ടിക്ക്, സബർമതി എക്സ്പ്രസ്സിന് തീയിടുവാനായിട്ട് ജിഹാദികൾ ഉപയോഗിച്ചത്. ഈ സംഭവത്തിന് ശേഷം 19 വർഷങ്ങൾ ഇയാൾ ഒളിവിലായിരുന്നു, 2021 വരെ. 2021 ഇയാളുടെ മകന്, ഇയാളൊരു മുത്തശ്ശനായി എന്നുള്ള, മകനാണോ മകൾക്കാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല, ഒരു മുത്തശ്ശനായെന്നുള്ള വിവരം അറിഞ്ഞ് ഇയാൾ സ്വന്തം മകനെ ഫോണിൽ വിളിച്ച്, ഞാൻ വരുന്നുണ്ട്, വളരെ രഹസ്യമായി ഗോദ്രയിൽ എത്തുന്നുണ്ട് എന്ന് അറിയിക്കുന്നു. ഇയാൾ എത്തുന്നു. പക്ഷേ ഇയാൾ ഒളിവിൽ പോയതിനെ തുടർന്ന് ഇയാളുടെ കുടുംബം ATSൻ്റെ കർശനമായ നിരീക്ഷണത്തിലായിരുന്നു. അതിനെ തുടർന്ന് ATS ഇയാളെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ പിടികൂടി പ്രത്യേക കോടതി ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു. ഇത്രയുമാണ് ഇയാളുടെ ഒരു കഥ. ഈ കഥയുടെ പശ്ചാത്തലവും ആദർശ് ദാമോദരൻ്റെ ആ പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയും ഇയാളെ പിടികൂടി ശിക്ഷിച്ചു എന്നുള്ളതല്ല. ഇയാളെ പിടികൂടി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞിരുന്നത്, ഡൽഹിയിലെ ലജപത് റായ് മാർക്കറ്റിലാണ് ഇയാൾ 19 വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആദർശ് ദാമോദരൻ ചോദിക്കുന്നത് എത്ര വ്യാപകമാണ് ഇവരുടെ ശൃംഖല എന്നുള്ളൊരു ചോദ്യമാണ്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വളരെ അപകടകരമായൊരു ചോദ്യമുണ്ട്. അതായത് ഒരു അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നാം അഭിമുഖീകരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ട രീതിയിലുള്ളൊരു ചോദ്യം. ഈ വലിയ ശൃംഖല, വ്യാപക ശൃംഖല എല്ലാം ശരി തന്നെ. ഭീകരവാദികളുടെ ഒരു ശൃംഖല ഗുജറാത്തിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പരിശീലനം നേടി ഗുജറാത്തിലെത്തി അവിടെ നിന്ന് ഭാരതം ഒട്ടാകെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ശൃംഖല ഇത്ര സുഗമമായി, അതീവ രഹസ്യമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് പ്രാദേശികമായ പിന്തുണയില്ലാതെ അത്തരമൊരു പ്രവർത്തനം സാധ്യമാവുകയില്ല. അത്ര സുഗമമായ പ്രവർത്തനം സാധ്യമാവുകയില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിവരം പുറത്തു വരികയും നിയമ സംവിധാനങ്ങൾ അതറിയുകയും ചെയ്യും. പക്ഷേ അതൊന്നും അറിയാതെ ഈ റഫീഖ് ഹുസൈൻ ബട്ടുക്കിനെ 19 കൊല്ലം സുരക്ഷിതമായി താമസിക്കുവാൻ സാഹചര്യവും അവസരവും എല്ലാം ഒരുക്കിയത് അയാളുടെ ഭീകരവാദ ശൃംഖലയുടെ വ്യാപ്തി മാത്രമല്ല, ആ ഭീകരവാദ ശൃംഖലയെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വന്തം സമ്പത്ത് കൊണ്ടും സംരക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു സമൂഹം കൂടിയാണ്. ആ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സംരക്ഷണം ഒരുക്കുന്ന ഒരാൾ പോലും, ഒരു വ്യക്തി പോലും, അല്ലെങ്കിൽ ഒരു കുടുംബം പോലും നേരിട്ട് ഒരു ഭീകരവാദ പ്രവർത്തനത്തിനും ഒരു കാലത്തും ഇറങ്ങുവാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ആധുനിക ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദികൾ അവരാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ ബൗദ്ധികവും ധാർമ്മികവുമായിട്ടുള്ള പിന്തുണ, ധാർമ്മികമെന്ന് പറയാൻ പറ്റില്ല, അധാർമികമായിട്ടുള്ള പിന്തുണ ഇത്തരത്തിലുള്ള ജിഹാദികൾക്ക് നൽകുന്ന ഈ ഒരു സമൂഹമുണ്ടല്ലോ, നിശബ്ദമായി ഈ ജിഹാദികൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സുകൊണ്ട് വിശ്വസിച്ച്, എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്ന വ്യക്തികളുണ്ടല്ലോ, അവരാണ് ഈ ജിഹാദികളെ, ഈ റഫീഖ് ഹുസൈൻ ബട്ടുക്കിനേക്കാളും അപകടകാരികൾ.
കാരണം ഈ റഫീഖ് ഹുസൈൻ ബട്ടൂക്കുകൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അധാർമികമായ പിന്തുണ നൽകുവാൻ മൗനമായിട്ടുള്ള പിന്തുണ. മൗനമെന്ന് ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ മൗനമാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരു കാലത്തും പുറത്തറിയാറില്ല. കേരളത്തിൽ തന്നെ പല സംഭവങ്ങളും നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിരോധിത ഭീകര സംഘടനയിലെ അംഗങ്ങൾക്ക് ഏറെക്കാലം ഒളിച്ചു താമസിക്കുവാൻ, കള്ളപ്പേരിൽ ഒളിച്ചു താമസിപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമല്ല, സ്വന്തം മകളെയോ പെങ്ങളെയോ ഒക്കെ വിവാഹം ചെയ്തു കൊടുത്ത് അവസാനം പിടി വീഴുമ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞൊഴിയുന്ന നിഷ്കളങ്കരെ, അത്തരത്തിലുള്ള നിഷ്കളങ്കരെ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഒരു ഗുരുതരമായൊരു പ്രശ്നം, ഇത്തരത്തിലുള്ളൊരു നിഷ്കളങ്കരെ ഇതുപോലെ ഈ റഫീഖ് ഹുസൈൻ ബട്ടൂക്കിനെ പോലുള്ള ഏതെങ്കിലും ജിഹാദിയെ നിയമ സംവിധാനങ്ങൾ പിടിയിലാക്കും വരെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴും റഫീഖ് ഹുസൈൻ ബട്ടൂക്കിന് പിന്തുണ നൽകിയ അല്ലെങ്കിൽ റഫീഖ് ഇയാളെ ഒളിച്ചു താമസിക്കുവാൻ സഹായിച്ച വ്യക്തികളുടെ പേരുകൾ നമുക്കറിയില്ല, പലരുടെയും പേരുകൾ നമുക്കറിയില്ല. ലജപത് റായ് മാർക്കറ്റിലെ ഏതെങ്കിലും സാധാരണ കച്ചവടക്കാരനായിരിക്കാം, പഴക്കച്ചവടക്കാരനായിരിക്കാം, മാംസക്കച്ചവടക്കാരനായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. അയാളിൽ നിന്ന് ദിവസവും നമ്മൾ ഡൽഹിയിലുള്ളവർ സാധന സാമഗ്രികൾ വാങ്ങുന്നുണ്ടാകാം. അയാൾ ഒരിക്കലും പരസ്യമായി ഭീകരവാദ പ്രവർത്തനത്തിനിറങ്ങില്ല, ഉറപ്പാകുന്നതുവരെ ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് അയാൾക്ക് കിട്ടുന്നതുവരെ. അത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എല്ലാ ഹിന്ദുക്കളുടെയും വീട്ടിൽ കയറി ഇറങ്ങി ആണുങ്ങളെ കൊന്ന് പെണ്ണുങ്ങളെ അടിമകളാക്കാൻ നോക്കുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. കാരണം ഈ നിശബ്ദമായി ഈ ജിഹാദികളെ പിന്തുണയ്ക്കുന്ന സാമൂഹ്യ ജിഹാദികൾ എന്ന് പറയുന്ന ഈ മോഡറേറ്റ് ഇസ്ലാം എന്ന് പറയുന്നൊരു വെളുപ്പിക്കലുണ്ട്. ഈ മോഡറേറ്റ് ഇസ്ലാമിനെ സാമൂഹിക ജിഹാദികളെ സൂക്ഷിച്ചേ മതിയാവുള്ളൂ. പക്ഷേ തിരിച്ചറിയുവാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്താണ് വേണ്ടത്? ജാഗ്രത പുലർത്തുക, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ജാഗ്രത പുലർത്തേണ്ടത് എങ്ങനെയാണ്? ഈ റഫീഖ് ഹുസൈൻ ബട്ടൂക്കുമായി ബന്ധപ്പെട്ടൊരു സാഹചര്യം ഞാൻ പറയാം, അല്ലെങ്കിൽ ഒരു രീതി ഞാൻ പറയാം. അതിന് വേണ്ട ഒരു ചുവട് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം, അത് കമൻറ്റുകളിലൂടെ പങ്കിടുക. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇതുപോലുള്ള വ്യക്തികളുണ്ട്, ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരെല്ലാം സംശയത്തോടു കൂടി കാണുക എന്ന് പറഞ്ഞാൽ അതൊരു മാനവികമായിട്ടുള്ളൊരു നടപടിയല്ല. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ കാണാതെ നമുക്ക് നിവൃത്തിയില്ല. കാരണം ഈ ലജപത് റായ് മാർക്കറ്റും ഗോദ്രയും തമ്മിൽ നേരിട്ട് എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷേ ലജപത് റായ് മാർക്കറ്റിൽ വളരെ സുരക്ഷിതനായി ഒളിച്ചു താമസിക്കുവാൻ ഒരു ജിഹാദിക്ക് അവസരവും സാഹചര്യവും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പ്രാദേശികവാസികൾ അതിന് ഉത്തരവാദികൾ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രാദേശികവാസികൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ നിങ്ങളാകെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം, പരിചയമില്ലാത്ത ആരെങ്കിലും അവരുടെ സംരക്ഷണയിൽ, കെയർ ഓഫ് എന്ന് പറയുമല്ലോ, അവരുടെ സംരക്ഷണയിലോ അവരുടെ ഉത്തരവാദിത്വത്തിലോ നിങ്ങളുടെ പ്രദേശത്ത് വന്ന് താമസിക്കുന്നുണ്ടോ, ഏറെക്കാലം അവിടെ തുടരുന്നുണ്ടോ, അവരെ ഒന്ന് നിരീക്ഷിക്കുക. കൃത്യമായിട്ട് എന്തെങ്കിലും സംശയം തോന്നിയാൽ കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങളിൽ പ്രാദേശികമായി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും ഇത്തരത്തിലൊരു സംശയമുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ മെയിൽ പോയാൽ നാളെ NIA പടകൂടി വന്ന് ആ വ്യക്തിയെ പിടിച്ചുകൊണ്ട് പോവുകയുമെന്നില്ല. അവർ നിരീക്ഷിക്കും, അവരുടേതായിട്ടുള്ള നടപടികൾ അവരെടുക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുക. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇത്തരത്തിലൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ രാജ്യത്തോടുള്ള കടമ മാത്രമല്ല നിർവഹിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹത്തെ, നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകളുടെ ഒരു സമൂഹത്തെ, നിങ്ങളുടെ ഒരു ക്ലോസ്ഡ് സർക്കിളിനെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളുടെ മിത്രങ്ങളെ, അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ പരിചയമുള്ള, കണ്ടാൽ ദിവസവും പരസ്പരം ചിരിക്കുന്ന അയൽക്കാരെ, ഇവരെയൊക്കെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാ വ്യക്തികളും അപരിചിതരും റഫീഖ് ഹുസൈൻ ബട്ടൂക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ അപരിചിതരും റഫീഖ് ഹുസൈൻ ബട്ടൂക്ക് ആകാനുള്ള സാധ്യതയും നമുക്ക് ഇന്നത്തെ കാലത്ത് തള്ളിക്കളയുവാൻ സാധിക്കില്ല. അതാണ് സാഹചര്യങ്ങളുടെ ഒരു ഗുരുതരാവസ്ഥ. ആ ഗുരുതരാവസ്ഥ ആദർശ് ദാമോദരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലൂടെ തന്നെ ഇവരുടെ ശൃംഖലയുടെ ഒരു വ്യാപ്തി, ആ വ്യാപ്തി തന്നെയാണ് ഇത്തരത്തിലുള്ള രണ്ടാമത്തെ ചോദ്യത്തിൽപ്പെട്ട ആളുകളെ ഈ റഫീഖ് ഹുസൈൻ ബട്ടൂക്കുമായി ബന്ധപ്പെടുത്തുന്നത്. കാരണം ഈ പ്രാദേശിക വാസിയായിട്ടുള്ള പഴക്കടക്കാരനോ മാംസക്കച്ചവടക്കാരനോ ഒന്നും ലഷ്കർ എ തോയ്ബയുടെയോ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെയോ ഭീകരവാദ ക്യാമ്പുകളിൽ പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയവരല്ല. അവരുടെ പരിശീലനം മദ്രസകളിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ കോമിൽപ്പെട്ട ഒരുത്തൻ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ ദൈവം പറഞ്ഞിട്ടാണ്, നമ്മുടെ കോമിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സമൂഹമാണ് ഈ കോമെന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ മതത്തിന് വേണ്ടിയിട്ടാണ്. അവനെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവം നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഈ ഒരു വിശ്വാസം അവരിൽ ഊട്ടി ഉറപ്പിച്ച് ഒരു അന്ധവിശ്വാസം തന്നെയാണ്. ഇതൊക്കെയാണ് ശരിക്കും അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ പൂച്ച കുറുകെ ചാടിയാൽ വീട്ടിലേക്ക് തിരിച്ച് കയറിയിട്ട് പോകുന്ന പാവത്താനെ
അന്ധവിശ്വാസി എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇതിനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം എന്ന് വിളിക്കേണ്ടത്. അത്തരത്തിലുള്ള അന്ധവിശ്വാസത്തോടു കൂടി, അതും ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള അന്ധവിശ്വാസത്തോടു കൂടി നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരെ തിരിച്ചറിയുവാനുള്ള പരിശീലനം നാം നേടിയേ മതിയാവുകയുള്ളൂ. അതിനാദ്യം ചെയ്യേണ്ടത് എല്ലാവരെയും സംശയത്തോടു കൂടി കാണുക എന്നുള്ളതാണ്. അതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യം. പക്ഷേ അത്തരത്തിലുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിൽ ഉടലെടുത്തതിന് ഞാനോ നിങ്ങളോ അല്ല ഉത്തരവാദി. അതിൻ്റെ ഉത്തരവാദി റഫീഖ് ഹുസൈൻ ബട്ടൂക്കിനെ സംരക്ഷിച്ച പ്രാദേശികവാസികളാണ്, സാധാരണക്കാരാണ്. അവർ സ്വയം തിരുത്തുന്നത് വരെ അവരെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയേ മതിയാവുകയുള്ളൂ. അത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതിൽ എനിക്ക് തർക്കമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു തർക്കത്തിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ സാധ്യതകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും മുൻകരുതലുകൾ സമൂഹത്തിന് എടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വിയോജിപ്പുകളുണ്ടെങ്കിൽ അതും പങ്കുവയ്ക്കാം സഭ്യമായ ഭാഷയിൽ. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.